ജൂൺ രണ്ടാം വാരം പിന്നിടാനിരിക്കെ കാലവർഷം കണക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് കുറവലങ്ങാട് മേഖലയിൽ 11 മില്ലിമീറ്റർ മഴ ലഭിച്ചതായാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ 5.8 മില്ലിമീറ്റർ മഴയായിരുന്നുവെങ്കിൽ അത് 11ലേക്ക് പുരോഗമിക്കുകയായിരുന്നു. മിനിയാന്ന് 43.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ തലേദിനത്തിലായിരുന്നു. ജൂൺ 2-ന് 71.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂൺ മാസത്തിൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ മഴ ജൂൺ 2-നായിരുന്നു. 7-8 തീയതികളിലും മഴ കനത്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 7-ാം തീയതി 68.4 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ 8-ാം തീയതി 68.8 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിലെ മഴമാപിനി രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കണക്ക്. ഇപ്പോൾ ലഭിക്കുന്ന മഴ 2-3 ദിവസങ്ങൾ കൂടി കനത്തു പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂനമർദ്ദം രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഴ കനത്തിരിക്കുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ജൂണിൽ 71.2 മില്ലിമീറ്റർ മഴ ലഭിച്ച സാഹചര്യത്തിൽ ആവശ്യത്തിന് മഴ ലഭിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ജൂലൈയിൽ മഴ തുടരുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കനത്ത മഴയാണ് ലഭിക്കുന്നതെങ്കിലും കാലാവസ്ഥ കാര്യമായ ദോഷം ചെയ്യാത്തതിനാൽ പൊതുവെ കാർഷിക മേഖലയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നുള്ളതൊഴിച്ചാൽ കാലാവസ്ഥ കാർഷിക മേഖലയ്ക്ക് സഹായകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. വേനൽ കനത്തുവെങ്കിലും ഇടയ്ക്ക് ലഭിച്ച മഴ കാർഷിക മേഖലയ്ക്ക് ചെറിയ ആശ്വാസമായിരുന്നു.